സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞത് കേന്ദ്രത്തോട്. കയ്യോടെ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും. എന്തുകൊണ്ട്? ദുരിതത്തിൽ കഴിയുന്ന മലയോര കർഷകർക്ക് പിടിച്ചു നിൽക്കാനുള്ള വഴി തേടലായിരുന്നു പാംബ്ലാനി പിതാവിൻ്റെ വാക്കുകൾ. റബ്ബറിന് കിലോയ്ക്ക് 300 രൂപ ആക്കിയാൽ കേന്ദ്ര സർക്കാരിന് മലയോര ജനത പ്രതിനിധിയെ നൽകുമെന്ന്. അതിൻ്റെ പേരിലാണ് നേതാക്കളും ചാനലുകളും ഏറെ കുളം കലക്കിയത്, ഇപ്പോഴും കലക്കുന്നത്. അതിൻ്റെ ഫലമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ റബ്ബർ കർഷകർക്ക് സബ്സിഡി നൽകാൻ തയ്യാറായതും. പക്ഷേ കർഷകർക്ക്, മലയോര കർഷകർക്ക് സന്തോഷിക്കാറായോ? സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടുന്നത് താൽക്കാലിക ആശ്വാസം മാത്രം. യഥാർത്ഥ ആശ്വാസം വരേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. മലയോരത്തടക്കം കർഷകർക്ക് നഷ്ടപ്പെട്ട ജീവിത ഭദ്രത തിരിച്ചു പിടിക്കാൻ റബ്ബർ വില കിലോയ്ക്ക് 300 രൂപയെങ്കിലും ആകണം. അതുണ്ടാകണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ നടപടിയെടുക്കണം. കേന്ദ്രത്തിൻ്റെ തീരുമാനവും നടപടിയും അത്ര എളുപ്പമല്ല. അതറിഞ്ഞു തന്നെയാണ് ആർച്ച് ബിഷപ്പ് ആവശ്യം പറഞ്ഞത്. മോദി സർക്കാരിൻ്റെ ആദ്യ ഊഴ മുതൽ ആവശ്യപ്പെടുന്നതാണ് റബ്ബർ വില ഉയർത്തണമെന്ന കാര്യം. റബ്ബർ വില വെറുതെ അങ്ങ് ഉയരില്ല. വില ഉയരാനുള്ള തടസ്സം നീക്കാതെ ആര് മുറവിളി കൂട്ടിയിട്ടും കാര്യമില്ല. റബ്ബറിനെ കാർഷിക വിളയായി പ്രഖ്യാപിച്ച് വില സംരക്ഷണം ഉറപ്പാക്കണം. ഇറക്കുമതിക്ക് മതിയായ നിയന്ത്രണവും വേണം. ഇതൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, കേന്ദ്രമാണ് ചെയ്യേണ്ടത്. എന്നാൽ റബ്ബർ കാർഷിക വിളയല്ല, അതിനാൽ താങ്ങുവിലയുമല്ല എന്നാണ് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ച നിലപാട്. കേന്ദ്ര സർക്കാർ റബ്ബർ വില ഉയർത്തുക എളുപ്പമല്ലെന്ന് അറിയാമായിട്ടും LDFും UDFും അസ്വസ്ഥരായിരിക്കുന്നു. നിസ്സഹായത മാത്രം കയ്യിലുള്ള UDF നേതാക്കൾ പ്രകോപനമില്ലാത്ത വാക്കുകളിൽ പ്രതികരണം ഒതുക്കിയെങ്കിൽ ഇടതുപക്ഷത്തെ അവസ്ഥ അതല്ല. ഒപ്പമുള്ള പലരും വിരളി കൊള്ളുന്നു. അതിൻ്റെ ലക്ഷണമാണ് KT ജലീലിൻ്റെ സമനില വിട്ട വാക്കുകളും. ക്രൈസ്തവ സഭകൾ സ്വന്തം രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കുന്നു എന്നതടക്കം വ്യാജ പ്രചാരണങ്ങളും. അവരെ പ്രതിരോധിക്കാൻ ചാനലുകളിലെ കമന്റ് തൊഴിലാളികളും രംഗത്തെത്തി. വെള്ളാപ്പള്ളി നടേശനും ഇരിക്കപ്പൊറുതിയില്ലാത്ത മട്ടുകാട്ടി BJP മുദ്രകുത്തി പാംബ്ലാനി പിതാവിനെ ഭയപ്പെടുത്താനുള്ള ശ്രമത്തോടെയായിരുന്നു തുടക്കം. താൻ പറഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യമല്ല, സഭയുടെ നിലപാടല്ല, മലയോര കർഷകരുടെ ദുരിതാവസ്ഥയും അവരുടെ അടിയന്തര ആവശ്യവുമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടും ചിലരുടെ വിരളി മാറുന്നില്ല. റബ്ബർ കർഷകർ നേരിടുന്ന ദുരിതത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ പ്രത്യക്ഷ ഉത്തരവാദി കേന്ദ്ര സർക്കാർ തന്നെയാണ്. റബ്ബറിൻ്റെ വില നിർണ്ണയിക്കുന്ന പ്രക്രിയകളുമായി ഇടതുമുന്നണിക്ക് നേരിട്ട് ബന്ധമില്ല. വില തകർന്നതിലും നേരിട്ട് ഉത്തരവാദിത്തമില്ല. എങ്കിലും കുറ്റബോധം അവരെയും പിടികൂടും. മലയോര കർഷകർ ഇപ്പോഴും നേരിടുന്ന വന്യമൃഗ ഭീഷണി, വനം വകുപ്പിൻ്റെ ദ്രോഹ നടപടികൾ, ബഫർ സോൺ പ്രതിസന്ധി എന്നീ പലവിധ ദുരിതങ്ങൾ നീക്കാൻ അവർ ശുഷ്കാന്തി കാട്ടാതെ പോയി എന്ന് അവർക്ക് തന്നെ അറിയാം. UPA ഭരണകാലത്തോ പിന്നീടോ റബ്ബർ വിലയിടിവിനെതിരെ ആത്മാർത്ഥമായി പൊരുതിയില്ല. റബ്ബർ കർഷകർക്ക് മതിയായ താങ്ങു നൽകാൻ തയ്യാറായതുമില്ല. എന്നാൽ റബ്ബർ വിലയുടെ കാര്യത്തിൽ ഗൗരവമേറിയ ഉത്തരവാദിത്തം കോൺഗ്രസിനായിരുന്നു. ഇപ്പോഴത്തെ നേതാക്കൾക്കല്ല, മുൻഗാമികൾക്ക്. റബ്ബർ കർഷകരെ വ്യവസായികളുടെ ബലിയാടാക്കുന്ന വഞ്ചന കേന്ദ്രത്തിൽ വ്യവസ്ഥാപിതവും സാമ്പ്രദായികവും ആക്കി മാറ്റിയത് ചിദംബരത്തെ പോലുള്ള കോൺഗ്രസ് മന്ത്രിമാർ. റബ്ബറിനെ കാർഷിക വിളയായി പ്രഖ്യാപിക്കാനോ താങ്ങുവില ഉറപ്പാക്കാനോ കർഷകരുടെ നിലനിൽപ്പും ഭദ്രതയും പരിഗണിക്കാനോ കോൺഗ്രസ് നേതൃത്വമുള്ള സർക്കാരുകൾ തയ്യാറായില്ല. അതിൻ്റെ പരിണിത ഫലമാണ് ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾ നേരിട്ട തകർച്ച. വരുമാനം നിലച്ചു, ഭൂമിക്ക് വിലയിടിഞ്ഞു, ചെറുപ്പക്കാർക്ക് നാട്ടിൽ ജീവിതം പച്ചപ്പിടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. അനേകർ നാടുവിടാൻ ഇടയാക്കിയതിൽ ഈ സാഹചര്യത്തിൻ്റെ പങ്കു വലുതാണ്. എത്രയോ കർഷകരാണ്
കടക്കെണി നിമിത്തം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ദുരന്തത്തിൽ പതിച്ചത്. ഇക്കാലത്തൊന്നും വ്യവസായികൾ തളർന്നില്ല. ചില കമ്പനികൾ ക്രമരഹിതമായി കൂട്ടിവെച്ച ശതകോടികൾ പിഴയടയ്ക്കേണ്ടി വന്നത് വാർത്തയായിരുന്നു. അതിനുശേഷവും ചിലരുണ്ടാക്കിയ ലാഭത്തിന്റെ കണക്കും ഓഹരി ഉടമകൾക്ക് പ്രഖ്യാപിച്ച ലാഭവിഹിതവുമൊക്കെ അടുത്ത നാളിലും ജനങ്ങൾ വായിച്ചറിഞ്ഞു. കമ്പനികൾക്ക് ലാഭം വേണം, പക്ഷേ അത് മുഴുവൻ റബ്ബർ കർഷകരുടെ പാത്രത്തിൽ നിന്ന് തന്നെ കവർന്നെടുക്കണം എന്നായാലോ? അതിന് സഹായിക്കുന്ന സമ്പ്രദായം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണെങ്കിലും 2 ഊഴമായി ഭരണം നടത്തുന്ന BJPയും അതേ വഴിക്കാണ് നീങ്ങിയത്. ആദ്യ ഊഴത്തിന്റെ തുടക്കത്തിൽ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനം നിർമ്മല സീതാരാമൻ നടത്തി. പക്ഷേ ഫയലുകളിൽ പതിയിരുന്ന കർഷക ചൂഷണ സമ്പ്രദായങ്ങളുടെ മുമ്പിൽ അവരും പിൻവാങ്ങി, കാര്യമായി ഒന്നും ചെയ്യാതെ. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ പഴി പറയാൻ ഇനി BJPക്ക് അവകാശമില്ല. കോൺഗ്രസിന്റെ പിശകുകൾ തിരുത്തുമെന്ന് പ്രഖ്യാപിച്ച BJP സർക്കാർ എന്തുകൊണ്ട് റബ്ബറിനെ കാർഷിക വിളയായി പ്രഖ്യാപിച്ചും ഇറക്കുമതിക്ക് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നിയന്ത്രണം ഏർപ്പെടുത്തിയും കർഷകരെ സഹായിക്കുന്നില്ല? ഭരണഘടന എതിരായത് കൊണ്ടൊന്നുമല്ലല്ലോ, അതിനുള്ള ഇച്ഛയോ ഇച്ഛാശക്തിയോ ഇല്ലാത്തത് കൊണ്ട്. വ്യവസായികളുടെ ലോബിക്ക് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീന ശക്തി അത്ര വലുതാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ BJP സർക്കാർ തയ്യാറാകുമോ എന്ന അന്വേഷണമാണ് പാംബ്ലാനി പിതാവിൻ്റെ വാക്കുകളിലേത്. അല്ലെങ്കിൽ അതിനുള്ള പ്രേരണ കേന്ദ്ര സർക്കാർ ഇച്ഛാശക്തി കാട്ടേണ്ട വിഷയം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുമ്പോൾ LDFും UDFും അസ്വസ്ഥരാകുന്നത് എന്തിനെ? BJP റബ്ബർ വില ഉയർത്തുമെന്ന വ്യഥാഭയം കൊണ്ടൊന്നുമല്ല. പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചാലും കടലിൽ ചാടേണ്ടി വന്നാലും ക്രൈസ്തവർ BJPയെ പിന്തുണയ്ക്കില്ല എന്ന തങ്ങളുടെ ആശ്വാസ സങ്കല്പം ഉടഞ്ഞു കഴിഞ്ഞെന്ന തോന്നൽ നിമിത്തം ക്രൈസ്തവ സമൂഹം BJPയോടുള്ള അയിത്തം വിട്ടാൽ തങ്ങളുടെ ഒപ്പമുള്ള ഹിന്ദു വിഭാഗങ്ങളും ആ വഴിക്ക് ചിന്തിക്കുമോ എന്നത് ഇടതുപക്ഷത്തെ പിടികൂടുന്ന മറ്റൊരു ഭയമാകാം. പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് മതവാദി സാന്നിധ്യമെന്ന ആരോപണമടക്കം സാഹചര്യങ്ങൾ പാർട്ടിയിൽ രൂപപ്പെടുമ്പോൾ പാംബ്ലാനി പിതാവിൻ്റെ പ്രസ്താവനയെ ചൊല്ലി ഉണ്ടാക്കിയെടുത്ത പ്രചാരണങ്ങളുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ പാർട്ടി എന്ന പ്രചാരണത്തിന്റെ ലക്ഷ്യം വ്യക്തം: മലയോര കർഷകർ എന്ന കൂട്ടായ ശക്തിയെ ദുർബലീകരിക്കുക, ആ കൂട്ടായ ശക്തിയിൽ നിന്ന് ക്രൈസ്തവരെ അന്വീകരിക്കുക. മാർ പാംബ്ലാനി പറയുന്നത് തനത് സാമുദായിക ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണെന്ന് വരുത്തുക. കർഷകരുടെ മുറവിളി ആരെങ്കിലും കേൾക്കാനും തങ്ങൾക്ക് ഭീഷണിയാകാനുമുള്ള സാധ്യത കെടുത്തിക്കളയുക. ആത്മാവിനെ വിൽക്കുന്നു എന്നുവരെ ചിലർ ആരോപിച്ചു. പക്ഷേ ആത്മാവിനെ കൊല്ലുന്നവരെയും ശരീരത്തെ കൊല്ലുന്നവരെയും ആത്മാവിനെയും ശരീരത്തെയും കൊല്ലുന്നവരെയും വേർതിരിച്ചു കാണുന്ന പാഠം അവർ മറന്നതുപോലെ ദുരന്തങ്ങളെ ഭയപ്പെട്ടിട്ടില്ലാത്ത കർഷക സമൂഹത്തിൽ ചിലരെങ്കിലും കടക്കെണിയും ജപ്തി ഭീഷണിയും നിമിത്തം ആത്മരക്ഷ മറന്ന് ജീവൻ വെടിഞ്ഞത് കേരളം കണ്ടു. ആ സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമം പോലുമാണ് അധിക്ഷേപിക്കപ്പെട്ടത്. ഇതെല്ലാം കർഷകർക്കുള്ള മുന്നറിയിപ്പാണ്. അവരുടെ രക്ഷ ഇനിയും അടുത്തെത്തിയിട്ടില്ല. അവരുടെ കൂട്ടായ മുറവിളിയെ ദുർബലീകരിക്കാനാണ് വോട്ടിൽ മാത്രം കണ്ണുള്ളവരുടെ ശ്രമം. പാംബ്ലാനി പിതാവിനെ രാഷ്ട്രീയ ലക്ഷ്യക്കാരനാക്കി ചിത്രീകരിക്കുന്ന സർവരെയും തിരിച്ചറിയേണ്ടത് കർഷക സമൂഹമാണ്. മലയോര കർഷക സമൂഹം ഒന്നിച്ച് KT ജലീലിനോട് ചിലത്, താങ്കൾക്ക് ക്രൈസ്തവരോടും അവരുടെ സഭാ മേലധ്യക്ഷന്മാരിൽ ഒരാളായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയോടും മലയോര കർഷകരോടും ഇത്രമേൽ താല്പര്യമുണ്ടെന്നത് പുതിയ അറിവാണ്. ഇക്കാലം അത്രയും തെളിവിലും മറവിലും താങ്കൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളും ഇതുവരെയുള്ള പ്രവൃത്തികളും അങ്ങനെ തോന്നിച്ചിട്ടില്ല. മറിച്ച് പല നടപടികളും ക്രൈസ്തവ വിരുദ്ധമെന്ന് കരുതാനേ ഇടയാക്കിയിട്ടുമുള്ളൂ. ചൂണ്ടിക്കാട്ടാൻ ഉദാഹരണങ്ങൾ നിരവധിയുണ്ടെന്ന് താങ്കൾക്ക് തന്നെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് മാർ ജോസഫ് പാംബ്ലാനി കേന്ദ്രത്തിലെ BJP സർക്കാരിനോട് പരസ്യ പ്രസ്താവനയിലൂടെ മിണ്ടിയതിനെ താങ്കൾ ഇത്ര മാത്രം വിരളി പിടിക്കുന്നത്?
റബ്ബർ വിലയുടെ കാര്യത്തിലെ കടുത്ത ചൂഷണത്തിനും മലയോര കർഷകരുടെ സാമ്പത്തിക തകർച്ചയ്ക്കുമുള്ള പരിഹാരമാണ് റബ്ബറിന് കിലോയ്ക്ക് 300 രൂപ കിട്ടുക എന്നത്. തങ്ങൾക്കത് ചെയ്തു തന്നാൽ, തങ്ങളുടെ ജീവിത പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് തങ്ങൾ പ്രതിനിധി നൽകുമെന്നത് മലയോര കർഷകരുടെ തന്നെ വാക്കുകൾ. അതാണ് പാംബ്ലാനി പിതാവ് പുറത്തുവിട്ടത്. അതൊരു വ്യക്തിയുടെയോ ചെറു സംഘത്തിൻ്റെയോ വാക്കുകളെന്ന് നിസാരീകരിച്ചു പറയാനുള്ള മൗഢ്യം താങ്കൾ കാട്ടിയില്ല. അതിൻ്റെ തെളിവാണല്ലോ താങ്കൾ പറഞ്ഞ ചില കൊടും വാക്കുകൾ. റബ്ബർ വില വാങ്ങാൻ ഉടലിനുമേൽ തല വേണ്ടേ എന്ന ചോദ്യം പലരെയും പ്രകോപിപ്പിച്ചു. താങ്കളോ അനുയായികളോ കടുംകൈ ചെയ്യുമെന്ന ഭീഷണിയായി അതിനെ ധരിച്ചതിൻ്റെ ഫലം. യഥാർത്ഥത്തിൽ താങ്കൾ അങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന് കരുതാത്തവർ ഏറെയുണ്ട്. റബ്ബർ വിലയ്ക്കായി കർഷകർ ആരെ പുതുതായി ആശ്രയിക്കുന്നോ ആ BJP പക്ഷത്തെക്കുറിച്ചാണ് താങ്കളുടെ ഭയപ്പെടുത്തൽ എന്ന് കരുതുന്നവർ. കൂടുതൽ വിശദീകരിച്ച് കുഴപ്പം വർദ്ധിക്കാതിരിക്കാനാണ് താങ്കളുടെ ഇപ്പോഴത്തെ നിശബ്ദതയെന്നും അനുമാനിക്കുന്നവർ. സാമാന്യ യുക്തി ഇതിനെയെല്ലാം ശരിവെച്ചാലും താങ്കൾ എന്തിനെ ഇത്ര വിരളയോടെ ഈ മുന്നറിയിപ്പ് നൽകണം? ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ താങ്കളുടെ പ്രിയ സമൂഹമല്ല അവർ. അപ്പോൾ താങ്കളുടെ വിരളയും അവരെ ചൊല്ലി ആകാൻ വഴിയില്ല. റബ്ബർ വിലയുടെ പേരിൽ മലയോര സമൂഹം BJPയോടുള്ള അകൽച്ച ഉപേക്ഷിച്ചാൽ അത് താങ്കൾ നിൽക്കുന്ന പക്ഷത്തെ ദുർബലമാക്കുമെന്നത് മാത്രമല്ലേ താങ്കളുടെ ആദി? മലയോര സമൂഹം അത് ചെയ്താൽ താങ്കളുടെ മുന്നണിയിലെ ഭൂരിപക്ഷ മതവിഭാഗക്കാരും ആ വഴിക്ക് തിരിയാമെന്ന തോന്നലല്ലേ താങ്കളുടെയും യഥാർത്ഥ ആശങ്ക? ഇടതുമുന്നണിയെ ചിലർ മതപരമായി ഹൈജാക്ക് ചെയ്തിരിക്കുന്നതിനോട് സമരസപ്പെടാത്തവരുണ്ടെന്നും സാഹചര്യം വന്നാൽ അവർ വഴിമാറി നടന്നേക്കുമെന്നും താങ്കൾ ഭയക്കുന്നു എന്നതും സത്യമല്ലേ? അങ്ങനെ വന്നാൽ താങ്കളും കൂട്ടരും ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന ആധിപത്യം മേലിൽ സാധ്യമാകില്ല എന്ന ആശങ്ക താങ്കളെ വല്ലാതെ പിടികൂടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉവ്വ് എന്ന ഉത്തരം KT ജലീലിൽ നിന്ന് ആരും പ്രതീക്ഷിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത ഉത്തരം അതുതന്നെയെന്ന് സാമാന്യ ജനത്തിന് നിശ്ചയമുണ്ട്. വീണ്ടും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാം. താങ്കളുടെ ആശങ്കകൾക്കുള്ള പരിഹാരം പരിധി വിട്ട വാക്കുകളല്ല, ഏതെങ്കിലും സമൂഹത്തോടുള്ള വിരുദ്ധതയുമല്ല. അത് കണ്ടും കേട്ടും ക്രൈസ്തവർ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ തകർത്തതും ചെറുത്ത് നിൽക്കാൻ അവരെ നിർബന്ധിതരാക്കുന്നതും ഇത്തരം കടന്നാക്രമണങ്ങൾ തന്നെയാണെന്ന സത്യം മറക്കാതിരിക്കട്ടെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.